ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ ഉണ്ടാക്കുന്ന കാബേജ് റോളാണ്. നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വിളിക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് ഇതിനു വേണ്ടി ആദ്യമായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 3 കിലോയോളം വലുപ്പമുള്ള ഒരു ക്യാബേജ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബോയിൽ എടുക്കണം. ആ ക്യാബേജ് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് നമുക്ക് അടച്ചു വെച്ച് വേണം ബോയിൽ ചെയ്യാൻ. ഇത് അത്യാവശ്യം ഒരു അരമണിക്കൂർ മുകളിൽ ഇതെടുക്കും പിന്നെ ബോയിലായി വരാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് 1 കപ്പ് ഒനിയൻ, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് സോട്ട് ചെയ്യാം. ഏകദേശം നന്നായിട്ട് സോട്ടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു 2 ലിറ്ററോളം ടൊമാറ്റോ പ്യൂരി, 1/4 കപ്പ് ടൊമാറ്റോ സോസ്, ഒരു ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ റോസ്മേരി, 1 ടീസ്പൂൺ തൈം, 1 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഒരു മീഡിയം തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഡബിൾ സോസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് പറ്റി വരുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം. ഈ ഒരു പരിപാടിക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കത് ആ ക്യാബേജ് ബോയിൽ വേണ്ടിയാണ്. ക്യാബേജ് ഇറക്കി മറച്ചിട്ട് കൊടുക്കണം. ചിത്രം സൈസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ സൈഡും ഒരേപോലെ ആകാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്റ്റഫിങ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ 2 കിലോ ഗ്രൗണ്ട് ബീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ റോസ്മേരി, 1 ടീസ്പൂൺ തൈം, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സാൾട്ട്, 1 ടേബിൾ സ്പൂൺ പാഴ്സൽ ഫ്ലെക്സ്, 1/4 കപ്പ് ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ഡബ്ല്യു സോസ്, 3 മുട്ട, ഇതിൻ്റെ അകത്തേക്ക് ബോയിൽ ചെയ്ത 3 കപ്പ് റൈസ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ ഇത് നന്നായിട്ട് റൈസും ബീഫും എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സായിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പം മുട്ടയും എല്ലാം കൂടെ കൂടി നന്നായിട്ട് ആവുന്ന രീതിയിൽ മിക്സായിട്ട് എടുക്കണം. നമ്മളൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. കുഴച്ച് കളയരുത്, റൈസൊന്നും ഉടഞ്ഞു പോകരുത്. സോഫ്റ്റായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് ഫോൾഡ് ചെയ്തെടുത്ത് അങ്ങനെ എങ്ങനെയും കാണിച്ച് മിക്സാക്കി എടുത്താൽ മതി. ഫുള്ള് ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ക്യാബേജ് ഇവിടെ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ക്യാബേജ് ഇനി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കത് ഫുള്ള് ഇല മുഴുവൻ അടത്തിയെടുക്കണം. ഇത് ഇല ഇതുപോലെ പൊട്ടിപ്പോകാൻ അടത്തിയെടുക്കാൻ. കീറിപ്പോകരുത്. കീറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം കീറിപ്പോകാതെടുക്കണം. ഇതുപോലെ ഫുള്ള് അടത്തിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അതിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. സോഫ്റ്റായിട്ടുള്ള ഇതാണെങ്കിൽ കുഴപ്പമില്ല, അത് തണ്ട് ഉൾപ്പെടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് റോൾ ചെയ്തെടുക്കാൻ. ഇതുപോലെ ഫുള്ള് നമുക്ക് കട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് വേണം നമുക്ക് റോൾ ചെയ്യാൻ. ഈ രീതിയിൽ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇല നമുക്ക് കീറിപ്പോകാൻ എടുക്കാൻ. കീറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഫുള്ളത് എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രമായിട്ട് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇല എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് സ്റ്റഫിങ് വെച്ച് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റഫിങ് എടുക്കുമ്പോൾ ഒത്തിരി സ്റ്റഫിങ് എടുക്കരുത്, കുറച്ച് സ്റ്റഫിങ് എടുക്കാവുള്ളൂ. അത് കഴിഞ്ഞ് ഇതുപോലെ വെച്ചിട്ട് ഫുള്ള് നിരത്തി വെക്കരുത്, ഉള്ളി മാത്രമേ വയ്ക്കാവുള്ളൂ. അത് കഴിഞ്ഞ് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതി.
കുറച്ചെടുക്കുക, രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് വെച്ചിട്ട് റോൾ ചെയ്തിട്ട് രണ്ട് സൈഡ് മടക്കി ഒന്നും കൂടെ ചുരുട്ടിയെടുത്താൽ മതി. ഇനി അത് ഇങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ആ പാനിലോട്ട് നമുക്ക് കുറച്ച് ആദ്യം ഉണ്ടാക്കി സോസ് ഒഴിച്ചു കൊടുക്കാം. അടിഭാഗം ഫുൾ ആകുന്ന രീതിയിൽ വേണം സോസ് ഒഴിച്ചു കൊടുക്കാൻ. സോസ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് സെറ്റാക്കി വെച്ചേക്കണ റോളുകൾ അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നൊരു പരിപാടിയാണിത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, നല്ല ടൈമിങ് കൊടുത്തിട്ടുണ്ട് അതിന്. ഇത് ഫുള്ള് നിരത്തി വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു ലെയർ വെച്ചാണ് നിരത്തി വെച്ച് കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ ഫുള്ള് നിരത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മുകളിലിട്ട് വീണ്ടും സോസ് വെച്ച് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫുള്ള് സോസ് ഒഴിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് വേണം അത് നമുക്ക് ഓവനിൽ വെക്കാൻ. നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലോട്ട് കയറ്റണം. ഓവനിൽ നമ്മൾ 150 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. അപ്പം ബേക്ക് ചെയ്തത് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. നമുക്ക് വേണ്ടി ഗാർണിഷായിട്ട് കുറച്ച് പാഴ്സൽ ഫ്രക്സ് മുകളിൽ ഇതുപോലെ വിതറി കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാബേജ് റോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാബേജ് റോൾ ഉണ്ടാക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഉണ്ടാക്കിയത് ഒരു 45-50 പേർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കിയേക്കണത്. കട്ട് ചെയ്ത് കൊണ്ട് കാണിച്ചു തരാം. കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് മുകളിൽ ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.